അസ്സലാമലൈക്കും. ഇന്ന് റമദാൻ 2 ട്ടോ. അപ്പോൾ ഇന്ന് നോമ്പറക്കാൻ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വന്നിട്ട് നല്ല ഉള്ളി സാമ്പാറും പിന്നെ ചട്നി അരയ്ക്കാനും പിന്നെ ഇഡ്ഡലിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഇഡ്ഡലി പൊടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പേരേ ഉള്ളൂ നോമ്പ്, ഞാനും സോനും മാത്രം. അപ്പോൾ 2 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ജ്യൂസായിട്ട് തണ്ണിമത്തൻ ജ്യൂസും പിന്നെ നാരങ്ങ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ അതെന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഇതാ പള്ളിയിൽ കഞ്ഞി, ചട്ടണി, സാമ്പാർ, പഴം പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കി. പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയാണ്, അതും ചൂടാക്കി വെച്ചിട്ടാ. പിന്നെ കടി വന്നിട്ട് കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇന്നലെ ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയത് അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ സോനു അവൻ്റെ ഇതിൽ ഇതാ ഐസ്ക്രീമും പാലും തണ്ണിമത്തനൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് അവനൊരു ജ്യൂസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ബാങ്ക് വിളി വന്നു. പിന്നെ എന്താ ഈത്തപ്പഴം കഴിച്ചിട്ട് അങ്ങനെ നോമ്പ് തുറന്നു കേട്ടോ. പക്ഷേ ഇന്നലെ എനിക്ക് നാരങ്ങ വെള്ളം തണുത്തൊക്കെ കഴിച്ചിട്ട് ഭയങ്കര തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നോമ്പറക്കുന്ന സമയത്ത് നമുക്ക് തണുത്തത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. പക്ഷേ ഞാൻ എല്ലാവരും പറഞ്ഞു കുടിക്കേണ്ട തണുത്തത് ഒഴിവാക്കാൻ, പക്ഷേ എനിക്ക് പറ്റണില്ല കേട്ടോ, പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും തണുത്തത് തന്നെ കുടിച്ചിട്ട് പിന്നെ ഞാൻ ചുടുവെള്ളമൊക്കെ കുടിച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനം ഉണ്ട് ഇപ്പോൾ തൊണ്ടവേദനയ്ക്ക്. അപ്പോൾ അങ്ങനെ ഞാനും റീനും എൻ്റെ സോനും ഉണ്ട്, സോനും ഞാനും കൂടെ നോമ്പൊക്കെ തുറന്ന്. പിന്നെ തൊട്ട വീട്ടിലെ ഒരു ചേച്ചി കിണ്ണത്തപ്പം ഉണ്ടാക്കി തന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും ഉണ്ടായിരുന്നു. അത് ഓരോ പീസ് ഞങ്ങൾ കഴിച്ച്. പിന്നെ കഴിക്കൽ കഴിഞ്ഞ് കുറച്ച് നേരം കഴിച്ചപ്പോൾ തന്നെ കുറച്ച് ക്ഷീണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പോയി. പിന്നെ ഇത് റീനു എന്തൊക്കെയൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ അവന്. പിന്നെ അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാഷ്ട കഴിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ദോശ ഉണ്ടാക്കി കേട്ടോ. ഇഡ്ഡലി ഉണ്ട്, പിന്നെ ഞാൻ 2 ദോശ ഉണ്ടാക്കിയിട്ട് ഇനി സാമ്പാറും ഇതും ചട്നിയും പിന്നെ പൊടിയൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞ് റീനുവിന് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അവനക്ക് ദോശ, അപ്പം, പിന്നെ എരിവില്ലാത്ത സാമ്പാർ കണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മക്കളെ ഇതാ പാത്രങ്ങൾ കഴുകാണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ